നാട്ടുകാരൻ മാത്രമല്ല, ഈ പരിപാടിയുടെ എല്ലാം സംഘാടനത്തിൻ്റെ ഭാഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗം കൂടിയായിട്ടുള്ള നമ്മുടെ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, NCPയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഈ കോഴിക്കോട് നഗരത്തിലെ ജനപ്രതിനിധി കൂടിയാണ്, INL നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JDSൻ്റെ അഖിലേന്ത്യാ നേതാക്കളിൽ ഒരാളായ M സഫറുള്ള അദ്ദേഹം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. INL നേതാവ് പ്രൊഫസർ AP അബ്ദുൽ വഹാബ് അദ്ദേഹം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി അവർ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അവരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ബഹുമാന്യായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നേരത്തെ തന്നെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടനത്തിൻ്റെ ഭാഗം കൂടിയാണ് മേയറെ തുറന്ന മനസ്സോടെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി, എല്ലാ കാര്യങ്ങളിലും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നമ്മളോടൊപ്പം ഈ നാടിൻ്റെ മുൻപന്തിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യനായ സെക്രട്ടറി മുക്കം ഉമർ ഫൈസി, അദ്ദേഹം ഹജ്ജ് കമ്മിറ്റി അംഗം കൂടിയാണ്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം കൂടിയായിട്ടുള്ള PM അബ്ദുൽ സലാം ബാഖവി, അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തോളോട് തോൾ ചേർന്ന് സഹകരിക്കുന്ന C മുഹമ്മദ് ഫൈസി, അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള മുസ്ലിം ജമായത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ള, അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നയാളാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനി, അദ്ദേഹവും ഏത് സന്ദർഭത്തിലും വർഗീയ ശക്തികൾക്കെതിരായ മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ കോഴിക്കോട് കേന്ദ്രമായി നിന്നുകൊണ്ട് നമ്മളോടൊപ്പം സഹകരിക്കുകയും പങ്കാളിയായും ചെയ്യുന്ന ബഹുമാന്യനായ TP അബ്ദുള്ള കോയ മദനിയെ ഞാൻ ഹൃദയപൂർവ്വം ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KNMൻ്റെ തന്നെ പ്രമുഖനായ നേതാവ് ഡോക്ടർ ഹുസൈൻ മടവൂർ, അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മർക്കസ് ദുബൈയുടെ ജനറൽ സെക്രട്ടറി CP ഉമ്മർ സുല്ലമി, അദ്ദേഹവും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും തുറന്ന മനസ്സോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മർക്കസ് ദുബൈയുടെ ഭാരവാഹിയും അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ IP അബ്ദുൽ സലാം, അദ്ദേഹവും എപ്പോഴും ഏത് ഘട്ടത്തിലും നമ്മളോടൊപ്പം ഇത്തരം സംരംഭങ്ങളിലെല്ലാം കൈകോർത്തു നിൽക്കുന്ന അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുപോലുള്ള പരിപാടികളിലും വർഗീയ ശക്തികൾക്കെതിരായ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മതനിരപേക്ഷ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി കരുത്തായി നിലകൊള്ളുന്ന MESൻ്റെ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഫാസൽ ഗഫൂറിനെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള TK അഷ്റഫ്, അദ്ദേഹവും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സെമിനാറിൽ സംഘാടക സമിതിയുടെ ക്ഷണം സ്വീകരിച്ച് നിറഞ്ഞ മനസ്സോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫാദർ ജോസഫ് കളരിക്കൽ, താമരശ്ശേരി രൂപതയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഫാദർ ജോസഫ് കളരിക്കൽ, അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കോഴിക്കോട് രൂപതയുടെ വികാർ ജനറൽ കൂടിയായിട്ടുള്ള ഫാദർ ജൻസൺ മോൺസിഞ്ഞോർ,
അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. CSIയുടെ പ്രതിനിധിയായി, ബിഷപ്പിൻ്റെ പ്രതിനിധിയായി ഇവിടെ ഈ പരിപാടിയിൽ സെമിനാറിൽ പങ്കെടുക്കുന്നത് റവറൻ ഡോക്ടർ TI ജെയിംസ് ആണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP യോഗത്തിൻ്റെ സംസ്ഥാന നേതാവും SNDP യോഗം ദേവസ്വം സെക്രട്ടറി കൂടിയായിട്ടുള്ള അരയാക്കണ്ടി സന്തോഷ് ഈ സെമിനാറിൽ പങ്കെടുക്കാനായി നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി OR കേളു MLA, അദ്ദേഹം നേരത്തെ തന്നെ ഈ പരിപാടിക്കായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. KPMSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ, നവോത്ഥാന സംരക്ഷണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരാം എന്നറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കേരള ദളിത് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് രാമഭദ്രൻ, അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K സോമപ്രസാദ് XMP, അദ്ദേഹവും വരാമെന്നേറ്റിട്ടുണ്ട്. എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട് കലാസാഹിത്യ രംഗത്തെ അനേകം പ്രമുഖരായ വ്യക്തികൾ ഈ സെമിനാറിൽ എത്തിയിട്ടുണ്ട്. എഴുത്തുകാരും നാടകപ്രവർത്തകരും സിനിമാ രംഗത്തുള്ളവരും ചിത്രകാരന്മാരും ഗായകന്മാരും, അവരെയെല്ലാം ആരുടെയും പേരെടുത്തു പറയാതെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായി ഇതിനപ്പുറത്ത് അനേകം പ്രമുഖരായ, വ്യത്യസ്ത ധാരകളെ പ്രതിനിധീകരിക്കുന്ന അനേകം പ്രമുഖരായ വ്യക്തികൾ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പേരുകൾ പ്രത്യേകമായി എടുത്തു പറയുന്നില്ല. എല്ലാവരെയും ഈ സെമിനാറിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മാധ്യമ പ്രവർത്തകർ എല്ലാ നിലയിലും ഈ സെമിനാറിന് വലിയ ചരിത്ര പ്രാധാന്യം നൽകി വലിയ പ്രചാരവേലയും എല്ലാം ഇതിൻ്റെ ഭാഗമായി പല വിധത്തിലും നൽകിക്കൊണ്ട് ഇതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും, ഇപ്പോഴും ബഹുജനങ്ങൾ ഇതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവിയിലേക്ക് സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ KP രാമനുണ്ണിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംഘാടക സമിതിയുടെ ചെയർമാനും കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗവും മലയാളത്തിൻ്റെ പ്രിയ നോവലിസ്റ്റും ഭരണഘടനാ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയുമായ ശ്രീ KP രാമനുണ്ണി അധ്യക്ഷ പ്രസംഗം നടത്തുന്നതാണ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യനും പ്രിയങ്കരനുമായ സീതാറാം യെച്ചൂരി, വേദിയിലിരിക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ മറ്റ് ജ്വലിക്കുന്ന താരങ്ങളായിട്ടുള്ള പ്രഗത്ഭരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏകീകൃത സിവിൽ കോഡിനെതിരായിട്ടുള്ളൊരു ദേശീയ സെമിനാർ മാത്രമല്ല ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം തന്നെ മാറ്റിമറിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ തകിടം മറിക്കാൻ പോകുന്ന വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം കുറിക്കുന്ന നാന്ദിയാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. നാളെ ചരിത്രം വായിക്കുന്ന സമയത്ത് കോഴിക്കോട് വെച്ചായിരുന്നു ഈ വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് അഭിമാന പുരസ്സരം ഓർത്തിരിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏകീകൃത പൗരത്വ നിയമത്തിന്, ഏകീകൃത സിവിൽ കോഡിന് എതിരായിട്ടുള്ള ദേശീയ സെമിനാർ എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ പിറകിൽ നമുക്ക് കാണാൻ കഴിയും വർഗീയ ഫാസിസ്റ്റ് കോഡിനെതിരായിട്ടുള്ള സെമിനാറാണിത്. സത്യത്തിൽ ഇത് നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽപ്പെടുന്ന
ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കമല്ല കേന്ദ്ര സർക്കാർ നടക്കുന്നത്. വർഗീയ ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ധ്രുവീകരിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ്. പൗരത്വ നിയമം, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുമാറ്റിയ ബില്ല്, അയോധ്യ മുതലായിട്ടുള്ള വർഗീയ അജണ്ടകൾ കഴിഞ്ഞപ്പോൾ എല്ലാ നിലയ്ക്കും ഇന്ത്യയിലെ ഭരണം സാധാരണക്കാരനെ വീർപ്പുമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുകൊണ്ട് ഒരു വർഗീയ ഫാസിസ്റ്റ് കോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 14 വയസ്സിന് കീഴെയുള്ള കുട്ടികൾക്കെല്ലാം സൗജന്യ വിദ്യാഭ്യാസം, സ്ത്രീ തൊഴിലാളികൾക്കും പുരുഷ തൊഴിലാളികൾക്കും തുല്യവേതനം, എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മാത്രമല്ല ചില വ്യക്തികളിലും ഗ്രൂപ്പുകളിലും സമ്പത്തിന്റെ കേന്ദ്രീകരണം അടക്കം തടയണമെന്ന നല്ല കാര്യങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങളിലുള്ളത്. ഈ മാർഗനിർദ്ദേശ തത്വങ്ങളെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് അതിനെതിരായി വിപരീതമായി പ്രവർത്തിച്ചുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് ഉയർത്തിപ്പിടിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം ഇന്ത്യയിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് NDAയിലടക്കമുള്ള കക്ഷികൾ ഇതിനെതിരായി വന്നിരിക്കുന്നത്. ഈ രാജ്യത്തെ വർഗീയമായി ശിഥിലീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നതിൻ്റെ പ്രഖ്യാപനമാണ് നമുക്ക് ഈ സെമിനാറോടുകൂടി നടത്തേണ്ടത്. മണിപ്പൂരിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ രാജ്യത്തെ കുളം തോണ്ടാൻ ഈ ശക്തികളെ അനുവദിക്കണമോ അനുവദിക്കേണ്ടേ എന്ന നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ചോദ്യത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതിനുള്ള മറുപടിയാണ് സാമൂതിരിയുടെ ഇവിടെ സ്വാഗത പ്രാസംഗികനായിട്ടുള്ള മോഹൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. കോഴിക്കോടിൻ്റെ മണ്ണ് എല്ലാ സാമ്രാജ്യത്വ ശക്തികൾക്കും വരേണ്യ ശക്തികൾക്കും പിന്തിരിപ്പൻ ശക്തികൾക്കും എതിരി പോരാടിയിട്ടുള്ള മതമൈത്രിയുടേതായ മതേതരത്വത്തിൻ്റെ ഈ കേന്ദ്രത്തിൽ വെച്ച് തന്നെയായിരിക്കും ഇന്ത്യ മുഴുവൻ ഉയർന്നു വരുന്ന വലിയ പ്രതിരോധത്തിൻ്റെ തുടക്കം. അതാണ് നാം ഇവിടെ അതിനുള്ള നാന്ദിയാണ് ഇവിടെ കുറിക്കുന്നത്. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. ഈ ഏകീകൃത സിവിൽ കോഡ് നിയമം ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയാണ് എന്നുള്ള വിദണ്ഡവാദങ്ങളെല്ലാം ഇതിൻ്റെ പ്രയോക്താക്കൾ ഉന്നയിക്കുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കകത്തുള്ള ജെൻഡർ ജസ്റ്റിസിന്, ന്യൂനപക്ഷം ബാക്കിയുണ്ടെങ്കിലല്ലേ അതിൻ്റെ അകത്തുള്ള ജെൻഡർ ജസ്റ്റിസിൻ്റെ കാര്യം നോക്കാൻ പറ്റുള്ളൂ. ന്യൂനപക്ഷം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ അകത്തുള്ളവരുടെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക? നമ്മുടെ നിയമനിർമ്മാതാക്കൾ, ഭരണഘടനാ വിദഗ്ധരെല്ലാം തന്നെ വ്യക്തി നിയമങ്ങളിലുള്ള മാറ്റങ്ങൾ അതാത് സമുദായങ്ങളിലും അതാത് സ്വത്വങ്ങളിലും പെട്ടവരുമായി ചർച്ച ചെയ്തിട്ട് ആലോചിക്കേണ്ട വിഷയമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ യൂണിഫോം സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കൽ തീർച്ചയായിട്ടും വർഗീയമായി രാജ്യത്തെ വിഭജിക്കാനുള്ള പ്രവർത്തനമാണ്. അതിന് നമ്മൾ സമ്മതിക്കുകയില്ല എന്ന പ്രഖ്യാപനം ഇതോടുകൂടി നാം നടത്തേണ്ടതാണ്. നന്ദി, നമസ്കാരം. ഈ മഹത്തായ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് CPIMൻ്റെ ജനറൽ സെക്രട്ടറിയും രാജ്യത്ത് BJP ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരായ പോരാട്ടത്തിൻ്റെ മുഖ്യ നേതാക്കളിൽ ഒരാളുമായിരിക്കുന്ന സഖാവ് സീതാറാം യെച്ചൂരിയാണ്. ഉദ്ഘാടന പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇൻവൈറ്റ് കോമ്രേഡ് സീതാറാം യെച്ചൂരി ടു ഇനോഗ്രേറ്റ് ദ സെമിനാർ. യെച്ചൂരിയുടെ പ്രസംഗം വിവർത്തനം ചെയ്യുന്നത് സഖാവ് എളമരം കരീം MP-യാണ്. CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, പ്രമുഖനായ ട്രേഡ് യൂണിയൻ നേതാവ്, രാജ്യസഭയിലെ CPIMൻ്റെ നേതാവ്. ഏക സിവിൽ കോഡിൻ്റെ സ്വകാര്യ ബിൽ പാർലമെൻറ്റിലെത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും ശക്തമായി നേതൃത്വം കൊടുത്ത മികച്ച പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം. യെച്ചൂരിയുടെ പ്രസംഗം വിവർത്തനം ചെയ്യും. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, എനിക്ക് മലയാളം അറിയില്ല, എൻ്റെ മാതൃഭാഷ തെലുങ്കാണ്. ಅದಕ್ಕೆ ನಾನು ಇಂಗ್ಲೀಷ್లో ಸಂಸಾರಿಕರೇ ಕಾಮ್ರೇಡ್ ಕರೀಮ್ he'll translate. So the president of today's meeting, KP Ramanani, the large number of ministers, leaders of political parties, secretaries,
leaders of social organization and leaders of various movements that are there on the dais, with respect to all of them, and my dear brothers and sisters. This is a very unique and a very important initiative that has been taken to organize this sort of a seminar or a meeting or a discussion in order to maintain the plurality that we have in our country. It is not only diversity, it is plurality. And the difference between the two is that diversity is differences in the way we operate, we behave, we organize, but plurality is recognition of different groups and different sets of people who cohabit and live together. So therefore, this is, I think, a meeting where this plurality of India will be addressed, which is our rich heritage, and that has to be maintained. ഇന്നത്തെ അധ്യക്ഷൻ, വേദിയിലുള്ള മന്ത്രിമാർ, സാമൂഹ്യ സംഘടനാ നേതാക്കൾ, മറ്റ് പ്രമുഖരായ സുഹൃത്തുക്കൾ, സഹോദരീ സഹോദരന്മാരെ, വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും രാജ്യത്തിൻ്റെ വൈവിധ്യപൂർണമായ ഇന്നത്തെ അവസ്ഥ നിലനിർത്തുകയും ചെയ്യാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ മഹാസമ്മേളനം. That's why when we are discussing the question of the Uniform Civil Code and Article 44 of our Constitution, we must recollect very briefly what the discussion in the Constituent Assembly was when Dr. Ambedkar, Dr. Babasaheb Ambedkar, in part of the discussion, talked in terms of saying that this is an effort which has to be undertaken and achieved only through the cooperation of all sections of the people and through very, very deep discussions. This is part, Article 44 is part of the directive principles of state policy. These are not judiciable. Many, many noble ideas are there in it. And in fact, 43A talks of what Comrade Karim is very adequately advocating, of workers' participation in management. That is also a constitutional provision. But nobody talks of such provisions to be implemented. So there is a motivation why it is being raised today and why it has consistently been raised by the BJP as part of its three core communal issues. ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനയുടെ 44-ാം ഖണ്ഡികയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തപ്പെട്ടതാണ്. ഭരണഘടനയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ഭരണഘടനാ അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി. ഭരണഘടനാ സമിതിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ അംബേദ്കർ വിപുലമായ ചർച്ചകളിലൂടെയും വിവിധ വിഭാഗങ്ങളുടെ സഹകരണത്തിലൂടെയും മാത്രമേ ഏക സിവിൽ കോഡ് പ്രാവർത്തികമാക്കാനും യാഥാർത്ഥ്യമാക്കാനും സാധിക്കൂ എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതിനു വേണ്ടി ഈ പ്രശ്നം ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ, മാർഗനിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. ഇതുപോലെ മറ്റൊട്ടനേക വിഷയങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഉദാഹരണം പറഞ്ഞാൽ 43A, വ്യവസായങ്ങളിൽ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ തൊഴിലാളി പ്രതിനിധികൾക്ക് മാനേജ്മെൻറ്റിൽ പങ്കാളിത്തം നൽകുക എന്ന ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് നടപ്പാക്കാൻ എന്തുകൊണ്ടാണ് ധൃതി കാണിക്കാത്തത്? ഇത് വ്യക്തമായും ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ്. When this Modi government assumed office in 2014, in 2016, under his directions, the Law Commission, then the 21st Law Commission, Yes. the last Law Commission, it conducted an exercise on the issue of Uniform Civil Code. For 2 years, talking to all sections and all stakeholders, it came to a final conclusion in 2018. I'll read out the crucial part of their report. And this, I'm quoting from the report, quote,
While diversity of Indian culture can and should be celebrated, specific groups or weaker sections of the society must not be disprivileged in the process. Resolution of this conflict does not mean abolition of difference. This commission has therefore dealt with laws that are discriminatory rather than providing a uniform civil code, which is, I underline, which is neither necessary nor desirable at this stage. Most countries are now moving towards recognition of difference, and the mere existence of difference does not imply discrimination, but is indicative of a robust democracy, unquote. The CPIM endorses this position, and we agree and we uphold this is the understanding that must prevail in the country. മോദി ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം 2016 സർക്കാർ നിയോഗിച്ച നിയമ കമ്മീഷൻ ഈ വിഷയം സംബന്ധിച്ച് യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ചർച്ചകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും അഭിപ്രായങ്ങൾ കേട്ടു. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് 2 വർഷത്തിന് ശേഷം 2018 അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ അവർ വ്യക്തമായി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യപൂർണമായ അവസ്ഥ. ഏതു തരത്തിലുള്ള നടപടിയും അവശ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ വിവേചനത്തോടുകൂടി കാണുന്ന തലത്തിലാവരുത് എന്ന് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഫൈനലായി ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ, ഒരു അന്തിമ അഭിപ്രായം എന്ന നിലയിൽ അവർ പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡ് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല, അഭികാമ്യവുമല്ല. മാത്രമല്ല, ലോകത്ത് പല രാജ്യങ്ങളും വ്യത്യസ്തതകൾ നിലനിർത്താനും വൈവിധ്യങ്ങളുടെ സൗന്ദര്യം ഉയർത്തിപ്പിടിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇവിടെ ഏകീകരണം എന്ന പേരിൽ ഒരു പുതിയ ആശയവുമായിട്ട് വരുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സുരഭിലമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് പകരം ഏകീകരണം എന്ന പേരിൽ മറ്റ് ചില അജണ്ടയിലേക്കാണ് ഇവർ പോകുന്നത്. But at the same time, CPM believes that uniformity is not equality. The CPIM steadfastly champions the question of equal rights and equality, not only between men and women, that is gender equality, but equality of all human beings, irrespective of their caste, their creed, or their gender. But in order to achieve this, which is a constitutional guarantee, this equality, but in order to achieve this, it is necessary that any need for a reform in personal or customary laws in any community or section must be undertaken in consultation with specific communities and the democratic participation of all, that is men and women. Without undertaking this process, any superimposition of any order is something that the CPM relentlessly opposes and will continue to oppose to even today's conditions. ഏകീകരണമെന്ന് പറഞ്ഞാൽ സമത്വം സൃഷ്ടിക്കലല്ല. ജനങ്ങൾക്കിടയിൽ സമത്വം ഉണ്ടാകുന്നതിനെ CPIM എല്ലായ്പ്പോഴും അനുകൂലിക്കുന്നു. അത് ലിംഗസമത്വം മാത്രമല്ല, വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ, വിവിധ സാമൂഹിക വിഭാഗങ്ങൾ തമ്മിലൊക്കെ സമത്വപൂർണമായ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുക എന്ന ഒരു പൊതുവായ ആശയമാണ്. ഏതെങ്കിലും സമുദായത്തിൽ, ഏതെങ്കിലും സമൂഹത്തിൽ, ഏതെങ്കിലും വിഭാഗത്തിൽ നിലവിലുള്ള ആചാരങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിനിടയിൽ വിപുലമായ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനാധിപത്യപരമായ അഭിപ്രായ വിനിമയത്തിന് അവസരം നൽകിക്കൊണ്ട് വേണം അത്തരമൊരു പരിശ്രമം നടത്താൻ. അതൊന്നുമില്ലാതെ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നത് അഭികാമ്യമല്ല. ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്തുക എന്ന നിലപാടിനോടാണ് CPIM എക്കാലത്തും യോജിച്ചിട്ടുള്ളത്. That's why during the discussions in our Constituent Assembly, when this constitution was finally adopted, there was a
underlying understanding that in India, given our diversity and plurality, the strengthening of the unity and integrity of our country and of unity of the people can happen only when you strengthen the bonds of commonality amongst this diversity. It cannot be strengthened by imposing a uniformity on this diversity. Any effort to impose a uniformity will tear our social fabric asunder. With this understanding, there are today 11 provisions in our Constitution recognizing and granting special conditions and special specificities for different regions, different sets of people. That is Article 371. And then from 371A to 371J, various sections of our country, various parts, their people have different protection of different type of rights. That is the recognition of this plurality. ഭരണഘടന ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ഇന്ത്യയിലെ വൈവിധ്യങ്ങൾ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളുടെ എല്ലാം നിലനിൽപ്പ് വളരെ ഗൗരവമായ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യം എന്ന് വൈവിധ്യത്തെ അംഗീകരിക്കലാണ് ഇതിൻ്റെ എല്ലാം ഉള്ളടക്കമെന്ന് ആ ചർച്ചകളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്തണമെങ്കിൽ ഈ തത്വം അംഗീകരിച്ചേ മതിയാവും. വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ പക്വമായ നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. 11 വകുപ്പുകളിലായി ഓരോ പ്രത്യേക വിഭാഗത്തെ സംരക്ഷിക്കുന്ന വ്യക്തമായ വ്യവസ്ഥകൾ ഭരണഘടന ഉൾച്ചേർത്തിട്ടുണ്ട്. 371 വകുപ്പിലെ 371A മുതൽ J വരെ ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങൾക്ക്, വംശങ്ങൾക്ക് അവരുടെ വ്യത്യസ്തതയും ആചാരങ്ങളും സംരക്ഷിക്കാനുള്ള വ്യവസ്ഥകളാണ്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോഴത്തെ ചർച്ച. And then you have from Articles 25 to 30, the 6th schedule under Article 244, the 5th schedule which gives Gram Sabhas for the tribal areas. All these constitutional provisions exist today as law in our country, and that is the recognition of our plurality. We can give millions of examples of how plural our society is, and this is not confined to any one religion or between one or two religions. It's confined, it expands and grows into differences in custom, in personal laws, in personal traditions that are adopted within the religious communities themselves to a very, very wide extent. ഭരണഘടനയുടെ 25 മുതൽ 30 വരെ വകുപ്പുകളിലും ഇത്തരം പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. 5th ഭരണഘടനയുടെ 5ാം ഷെഡ്യൂളിൽ വിവിധങ്ങളായ ഗോത്രവർഗ സമുദായങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഭരണഘടനയിൽ നിന്ന് എടുക്കാൻ സാധിക്കും. മത സാമുദായിക വിഭാഗത്തിനിടയിലും വ്യത്യസ്തങ്ങളായ വ്യക്തി നിയമങ്ങളും പാരമ്പര്യങ്ങളും മതപരമായ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളവയും നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളുടെ ഏകാത്മകമായ അല്ലെങ്കിൽ ഐക്യപൂർണമായ അവസ്ഥ. That's right. Just for some illustrations, you look at the differences that exist in our country. If you go to the tribal India, in the Khasi tribes, you have the woman, which is the head of the family. The men have absolutely no role to play there. In terms of even property divisions, it is the woman. And legally, it is the woman that has the right and to enter into property disputes. You go today to Kinnaur in Himachal Pradesh, that district bordering our international borders. In that district, the tradition is that every woman will have 5 husbands, like Draupadi did in
the Mahabharata, that tradition is continued and followed till now, and it's accepted under law. And you have, even within the Hindu community, so much of difference in terms of the customs that are followed, which are actually legally valid today. I'll tell you one personal incident. I'm born into a family where my mother's brother could have married me if I was a girl. My maternal uncle can marry the maternal niece. That is allowed. So the story goes that my maternal uncle, who retired as a distinguished IAS officer, who served as the Chief Secretary of United Andhra Pradesh, when I was being born, was telling my mother to produce a daughter so that he can marry. But then I turned out to be a son, but that is a different story. But the point is, the same practice is taboo in very nearby, within the same Hindu community. You go next door. I was born in today's Chennai, Madras. There in that society, you can marry your first cousin. But in my, community, marrying your first cousin is incest or a crime. In their community, marrying the maternal niece or an uncle is a crime. Now, what are these laws? They're all part of the same Hindu community. So what is this uniformity that is being talked of? നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ ജീവിത രീതികളിൽ, ആചാരങ്ങളിൽ, വിശ്വാസങ്ങളിലെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ കുടുംബത്തിൻ്റെ നാഥ സ്ത്രീയാണ് എന്ന് സങ്കല്പിക്കുന്ന വിഭാഗങ്ങളുണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ട്. ഹിമാചൽ പ്രദേശിൽ അന്താരാഷ്ട്ര അതിർത്തിയോടടുത്ത ഒരു പ്രദേശത്ത് ഒരു സ്ത്രീക്ക് 5 ഭർത്താക്കന്മാർ വരെ ആവാം. മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ സങ്കല്പം പോലെ ഹിന്ദു സമുദായത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം നിയമപരമായ സംരക്ഷണം, ചട്ടങ്ങളിൽ സംരക്ഷണം നൽകപ്പെട്ടിട്ടുണ്ട്. സീതാരാമൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഒരു അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരൻ്റെ അമ്മയുടെ മക്കൾക്ക് വിവാഹം ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ ആ സമുദായത്തിലുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരാൾ ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു എന്ന കാര്യം സാന്ദർഭികമായി അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ തന്നെ ഫസ്റ്റ് കസിനെ വിവാഹം ചെയ്യാൻ അനുവാദം നൽകുന്ന രീതി ചില സമുദായങ്ങളിൽ, ഹിന്ദു സമുദായങ്ങളിൽ എടുക്കുന്നുണ്ട്. മറ്റ് സമുദായങ്ങളിൽ, മറ്റ് വിഭാഗങ്ങളിൽ അത് പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ വൈവിധ്യങ്ങൾ ഹിന്ദു സമുദായത്തിൽ തന്നെ നിലനിൽക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും നിയമപരമായി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. And then there are different inheritance laws within the Hindu community itself. In different parts, women's role in the inheritance is always been under a question mark, and big struggles had to be waged by us in order to give them equal share in the property. And then, of course, you have the worst of the situations, which is the caste question. Even today, the question of widows' remarriage, even if when you have the law, what is the practice? You go today to our Prime Minister's constituency, you will find how that has been violated, but no action is taken against anybody. Or for that matter, the honor killings that take place today against inter-caste marriages. When our youth want to marry each other, if their caste is different, there are Khap panchayats that sit and decide punishment, which is outside of the matter of your law. And then there is the very, very big issue of what is called the Hindu Undivided Family Act, through which there are huge tax exemptions, which nobody else or belonging to any other community can avail of, but the HUF exists today, and some lakhs of crores of rupees of tax is evaded
through that phase. So when you talk of uniformity, is there any idea what is this government wanting to talk about? But I think, and we all think, that that is not the issue of uniformity in civil code. This uniform civil code is a slogan that is meant to sharpen communal polarization and not to actually achieve any uniformity at all, but to be used as a political tool by the BJP for its sharpening of communal polarization. സ്വത്തവകാശ നിയമങ്ങൾ സംബന്ധിച്ചും ഒരുപാട് വ്യത്യസ്തതകൾ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ നിലവിലുണ്ട്. കുടുംബത്തിൻ്റെ സ്വത്തിൽ സ്ത്രീകൾക്ക് അവകാശമില്ലാത്ത അവസ്ഥ ഹിന്ദു സമുദായത്തിൽ വ്യാപകമായി ചില പ്രദേശങ്ങളിൽ നിൽക്കുന്നുണ്ട്, ചില വിഭാഗങ്ങളിൽ നിൽക്കുന്നുണ്ട്. വിധവകൾക്ക് പുനർവിവാഹത്തിനുള്ള അവകാശം സംബന്ധിച്ചും വ്യത്യസ്തമായ നിലപാടുകൾ ഹിന്ദു സമുദായത്തിലും മറ്റ് പല സമുദായങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ജാതീയേതര വിവാഹിതരാകുന്നവരെ ദുരഭിമാന കൊല നടത്തുന്ന എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഖാപ്പ് പഞ്ചായത്ത്, ഗ്രാമതലത്തിൽ സമുദായത്തിൻ്റെ പഞ്ചായത്ത് കൂടി ശിക്ഷ വിധിക്കുന്ന സമ്പ്രദായങ്ങൾ ഇന്നും വടക്കേ ഇന്ത്യയിൽ പല ഗ്രാമങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഹിന്ദു അവിഭക്ത കുടുംബത്തിന് നികുതി ഇളവുകൾ കിട്ടുമെന്നതിനാൽ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പികയുടെ നികുതി ഇളവ് തട്ടിപ്പ് നടത്തുന്ന സമ്പ്രദായം നിലനിർത്തിപ്പോരുന്ന രീതികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇതിനിടയിൽ എന്താണ് ഈ യൂണിഫോമിറ്റി എന്നുകൊണ്ട് BJP ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് സർക്കാർ യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ പോകുന്നത്? ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന വിവാദം ഇപ്പോൾ ഉയർത്തിയത് സാമുദായികമായ ഭിന്നത രൂക്ഷമാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ഒരു ഏകീകരണവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. That's why after this announcement was made, you had the Nagaland Chief Minister come to Delhi, meet the Union Home Minister. And after meeting the Home Minister, the Nagaland Chief Minister came out and publicly addressed the media. And he said, we have been assured that the proposed UCC will not apply to the tribals. It will not apply to Christians. They will be exempted. That assurance has been given. The Sikhs, the Sikh community, with the Chief Minister of Punjab, openly demanding, they said that has been accepted, the Sikhs will be exempted. The Parsis, they said we are a very small community, therefore we should be exempted from the UCC. In Goa, the Defense Minister very proudly said, the BJP government has brought a UCC, which is there in Goa. And what does the UCC say? That if a wife doesn't produce children, particularly a male child, by a certain age, this husband has the right, the legal right, to take another wife. That is bigamy. That is allowed in Goa. You say then all Parsis are exempt, your Sikhs are exempt, then Christians are exempt, then tribals are exempt. Who is left? And that is where the actual purpose of this whole exercise of UCC comes before us, which we have to understand and resist. നാഗാലാൻഡ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കണ്ട് പട്ടിക വർഗ വിഭാഗങ്ങളെ, ഗോത്ര വിഭാഗങ്ങളെ ഏകീകൃത സിവിൽ കോഡിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അമിത്ഷായുമായി ചർച്ച കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം പത്രക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഗോത്രവർഗ വിഭാഗത്തെ യൂണിഫോം സിവിൽ കോഡിൽ നിന്ന് ഒഴിവാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ക്രൈസ്തവ വിഭാഗത്തെയും മറ്റ് ചില ഗോത്രവർഗ വിഭാഗങ്ങളിൽപ്പെട്ട മറ്റ് ചില വിഭാഗങ്ങളെയും ഒഴിവാക്കാമെന്ന് സമ്മതിച്ചതായും അവകാശവാദം ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. സിഖ് സമുദായത്തെ ഏകീകൃത സിവിൽ കോഡിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയുണ്ടായി. അതുപോലെ പാർസി വിഭാഗത്തെ ഒഴിവാക്കണമെന്ന് അവരുടെ സംഘടനാ പ്രതിനിധികൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ്. ഗോവയിൽ BJP ഗവൺമെൻറ് ഏകീകൃത സിവിൽ കോഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് അവിടെ നേരത്തെ ഉള്ളത് നിലനിൽക്കുമെന്ന വിധത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വളരെ അഭിമാനപൂർവ്വം പറയുകയുണ്ടായി. അവിടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർക്ക്
പുനർവിവാഹം ചെയ്യുന്നതിലൊക്കെ ചില പ്രത്യേക അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ BJP ഇപ്പോൾ പറയുന്ന, പ്രധാനമന്ത്രി പറയുന്ന ഏകീകൃത സിവിൽ കോഡ് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എന്നതാണ് ഈ വിവാദം ഉണ്ടാക്കിയത്. എന്തിനാണ് എന്നതാണ് ആലോചിക്കേണ്ട ഗൗരവമായ പ്രശ്നം. That is why rejecting the 21st Law Commission recommendation that I read out earlier at the beginning, in 2022, in a case that has been filed and was heard by the Supreme Court, the central government was asked to submit their opinion on this Uniform Civil Code. And in an affidavit, in a central government affidavit, the Modi government submitted to the Supreme Court that different property and matrimonial laws is an affront to national unity, unquote. What are these different laws that are affront to national unity? The affidavit does not spell out. But on the basis of this affidavit, rejecting the 2018 Law Commission recommendation, the Prime Minister addresses who? He addresses the polling agents of the BJP in a constituency connected with the elections. And in that address, he mentions that latest speech that is now circulating, that in a family you cannot have two laws for two sons. Now, what are these two laws? What is this concept of two? We've just discussed from the Khasi tribes to the Hindu society, to Khap Panchayats, to the Hindu Undivided Family Act. There are so many different laws and different practices that are valid and validated by our constitution, constitutional provisions. But then here it is picked out as two. And it is on this basis of saying there cannot be two laws. The game is very clear that this is a entire exercise to sharpen the communal polarization, to sharpen the Hindu-Muslim communal polarization. That is why this slogan has been raised, and with a view of 2024 general elections. This is the entire game that is being played out. 21ാം നിയമ കമ്മീഷന്റെ ശുപാർശകൾ ഈ ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച് വന്ന വ്യവഹാരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് സമർപ്പിച്ച അഫിഡവിറ്റിൽ താഴെ പറയുന്ന വിധത്തിൽ പറയുന്നുണ്ട്: രാജ്യത്ത് സ്വത്തവകാശം സംബന്ധിച്ചും വിവാഹ അവകാശങ്ങൾ സംബന്ധിച്ചും വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നിലനിൽക്കുന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തിന് ഹാനികരമാണ് എന്ന്. ഇതിനർത്ഥം 2018 നിയമ കമ്മീഷൻ്റെ റിപ്പോർട്ട് അവർ തിരസ്കരിക്കുന്നു എന്നാണ്. മധ്യപ്രദേശിൽ BJPയുടെ പോളിംഗ് ഏജന്റുമാരുടെ ഒരു മീറ്റിങ്ങിലാണ് പ്രധാനമന്ത്രി യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുന്നതിൻ്റെ ആവശ്യകത പരസ്യമായി പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഒരു കുടുംബത്തിൽ 2 നിയമങ്ങൾ പാടില്ല എന്ന വിധത്തിൽ. അത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് കാസി വിഭാഗം, ഗോത്രവർഗ വിഭാഗങ്ങൾ, മറ്റൊട്ടേറെ വിഭാഗങ്ങൾ, പാർസി, സിഖ് തുടങ്ങിയ ഒട്ടേറെ വിഭാഗങ്ങൾക്കിടയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ സ്വത്തവകാശം സംബന്ധിച്ചും വിവാഹ സംബന്ധിച്ചും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഈ ഏക സിവിൽ കോഡ് എന്ന വിവാദം കൊണ്ടുവന്നത് വളരെ കൃത്യമാണ്. ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിച്ച് 2024 തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ വിവാദത്തിൻ്റെ പിന്നിലുള്ളത്. That is why this whole exercise that has been initiated now, the focus on the Uniform Civil Code, the suspicion why this is raised is basically for sharpening polarization. That becomes stronger on the basis of the background of developments that have taken place during the last 8-9 years. You have laws in the name of love jihad, where a particular community is targeted. You have laws which actually now restrict interfaith marriages, dissuade them that they should not take place.
or create conditions where it becomes very difficult for youngsters belonging to different faiths to get married, even though you have a special marriages act in the country that permits them. You have laws in all BJP ruled states in the name of cow protection, where a certain community is being targeted. And then you had the CAA that's brought out, where the focus target was that of our Muslim brothers and sisters. And then, of course, you had the abrogation of Article 370 and the dissolution of the only Muslim majority state in India, that is Jammu and Kashmir. Now, all these things, the string of these developments, and on top of that, this being said by the Prime Minister today, of saying that two laws cannot be, when you have these multiple differences that we discussed now, why the singling of the two laws? That is what strengthens this particular suspicion that this is actually a weapon for communal polarization to be used for electoral and political purposes in the 2024 general elections. പലവിധത്തിലുള്ള അഭ്യാസങ്ങൾ നടത്തി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലാണ്. കഴിഞ്ഞ 8-9 വർഷക്കാലത്തിനിടയിൽ മോദി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ വിവിധങ്ങളായ നിയമങ്ങൾ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കുകയുണ്ടായി. ലൗഹ് ജിഹാദ് തടയാനുള്ള നിയമം, വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം നിരോധിക്കുന്ന നിയമം, ചെറുപ്പക്കാരായ ആളുകൾക്കിടയിൽ ജാതിയേതര മതേതര വിവാഹങ്ങൾ നടക്കുന്നത് സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം അനുവദനീയമായിരുന്നു. ചെറുപ്പക്കാർക്കിടയിൽ മാത്രമല്ല, ചെറുപ്പക്കാരുടെ ഇടയിലാണ് പ്രവണതയുള്ളത്. ഇന്നിപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന നിയമങ്ങൾ വരികയാണ്. ഗോ സംരക്ഷണം എന്നതിൻ്റെ പേരിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കുകയും ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പൗരത്വ നിയമ ഭേദഗതിയും മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഭരണഘടനയുടെ 370 വകുപ്പ് എടുത്തു കളഞ്ഞത് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഏക സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുക ഉൾപ്പെടെ ചെയ്തതും ഒരു പ്രത്യേക സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു വീട്ടിൽ 2 നിയമങ്ങൾ പാടില്ല എന്ന് പറയുന്നതും സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ്. That is why today it's not only communal polarization for electoral purposes or political purposes. That of course it is. But it is much more dangerous in the sense the very unity, integrity of our social fabric. If that has to be maintained, these sort of divisive, polarizing slogans and efforts in order to achieve their political objective, that is very dangerous to the concept of India as we all know, as defined in our constitution. The secular democratic Republic of India, that Republic of India is sought to be converted or transformed into what they would want, which is the political project of a rabidly intolerant, fascistic Hindutva Rashtra. If this project has to succeed, then the present constitution, the present constitutional order, that cannot exist. If that exists, then this transformation is not possible. That is why you find today a relentless attacks on the 4 foundational pillars of our constitution: secular democracy, economic sovereignty, social justice, and federalism. These 4 are being assaulted, and part of this 4 assault to convert the secular democratic republic into their intolerant fascistic Hindutva Rashtra, it is necessary to sharpen this communal polarization. That is why not one word comes out of our Prime Minister against all these calls for genocide that are given by various so-called leaders of religious faiths of the Hindu community.
75 days, an ethnic conflict is going on, again connected with the civil codes. Ethnic conflict going on in Manipur, but not one word from our Prime Minister. Means what? Allow this tensions and strife to continue. And the larger design is to change the character of the Republic of India. ഇലക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സാമുദായിക ധ്രുവീകരണത്തിനുള്ള പരിശ്രമം വെറും ഒരു തെരഞ്ഞെടുപ്പ് പ്രശ്നം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ ഘടനയെ തന്നെ മാറ്റം വരുത്തുന്ന അതീവ ഗുരുതരമായൊരു പ്രശ്നമാണ്. വൈവിധ്യങ്ങളുടെ ഐക്യത്തോടെയുള്ള ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടപ്പെടും. അത് ഇന്ത്യ എന്ന നമ്മുടെ സങ്കല്പത്തെ തന്നെ അങ്ങേയറ്റം ദുർബലമാക്കും. മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ അപകടം വരുത്തുന്നതാണ് ഈ പുതിയ നീക്കങ്ങൾ. ഈ ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക്, ഒരു ഫാസിസ്റ്റ് ഹിന്ദുത്വ രാഷ്ട്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോക്കാണ് ഈ പോക്കെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ഭരണഘടനയുടെ 4 അടിസ്ഥാന തൂണുകളെ തകർക്കുന്നതാണ്. 1, മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിലുള്ള വൈവിധ്യങ്ങളെ അംഗീകരിക്കൽ. 2, സാമ്പത്തികമായ നമ്മുടെ പരമാധികാരം. 3, സാമൂഹ്യ നീതി. 4, ഫെഡറലിസം എന്ന് പറയുന്ന തത്വം. ഇതിനെല്ലാം തകർക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ നീക്കം. വംശഹത്യകൾ നമ്മുടെ രാജ്യത്ത് പെരുകി വരികയാണ്. കഴിഞ്ഞ 75 ദിവസമായി മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും രാഷ്ട്രീയ സ്വഭാവത്തെ തന്നെ മാറ്റി തീർക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള ഒരു അജണ്ടയാണ് ഇതിലൂടെയെല്ലാം വെളിപ്പെട്ടു വരുന്നത്. So this struggle today, the Uniform Civil Code, is part of the larger struggle to safeguard and preserve the character of independent India, which is based on the foundations of plurality and the recognition of equal status to every single diversity that we have in our country, whether it's language, whether it's religion, whether it's custom, whether it's our traditions, etc. That sort of an India which we have to build, that is being destroyed, and this is part of that larger agenda. That is why we all have to realize, my dear friends, that this is a battle that will define whether India, that is Bharat, will remain the secular democratic India that we all know of, in which all of us were born. This is the larger political battle, and that is why the CPIM is very clear. We are saying that we go by the understanding that we always maintain, but the 21st Law Commission also has said that we should deal with laws that are discriminatory. Laws, practices, customs in every community, every section that are discriminatory. That has to be corrected in consultation with the entire community. And it is not a question of a uniform civil code being imposed from the top. That is why uniformity does not mean equality. The CPIM stands for equality like the Constitution of India stands for equality. And it is that equality that we should all fight for, that every one of us is first a human being and then everything else that follows. And that is why I'm so glad that this is taking place in Kerala, and that too in Calicut, because I've always been proud since I've come into politics, half a century ago, I've always been proud of one fact, that wherever I traveled in India, and I've traveled all over India, but the only place where I go, where nobody asks me, what is my religion, what is my caste, where do I come from, only place where I'm treated as a human being is in Kerala. And it is that equality of the human beings that has to be maintained. And all these sort of slogans that try to divide and disrupt this, that has to be relentlessly fought. The CPIM assures you all that we have always fought that and will continue to fight it. And together, Kerala must lead and show the way to the rest of the country to safeguard India today.
the secular democratic character of the Indian Republic, so that we can change India for a better India tomorrow for all our people. So thank you very much for your time. Thank you very much. ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള ഒരു ദീർഘകാല പദ്ധതിയാണ് ഈ ഭരണകർത്താക്കളുടെ മനസ്സിലുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ സ്വഭാവം, രാഷ്ട്രത്തിൻ്റെ വൈവിധ്യപൂർണമായ അവസ്ഥ, അതുപോലെ വിവിധ സമുദായങ്ങൾ, വംശങ്ങളെല്ലാം അനുഭവിച്ചു വരുന്ന സമത്വത്തിനു വേണ്ടിയുള്ള അവരുടെ അഭിവാഞ്ച, ഇതിനെയെല്ലാം തകർക്കുന്നതാണ്. ഭാഷ, മതം, ആചാരം, പാരമ്പര്യം എന്നിവയെല്ലാം വ്യത്യസ്തതകളുള്ള ഒരു രാജ്യത്ത് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള ഇന്ത്യക്കാരുടെ അവകാശത്തിന് നേരെയാണ് ഈ വെല്ലുവിളി ഉയർന്നത്. അതുകൊണ്ടാണ് ഇതിനെതിരായ പ്രക്ഷോഭത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ യോജിപ്പ്, ഐക്യം വളർന്നു വരേണ്ട ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. വിപുലമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് നാം സന്നദ്ധമാകേണ്ടതുണ്ട്. CPIM അത്തരം ഒരു പോരാട്ടത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ പഴയ കാലഘട്ടത്തിലെ പോലെ തന്നെ സന്നദ്ധമാണ്. നിയമങ്ങൾ, ആചാരങ്ങൾ, സമ്പ്രദായങ്ങൾ ഇതൊന്നും സമുദായത്തിനുള്ളിൽ ഏതെങ്കിലും വിവേചനപരമായി തോന്നലുണ്ടാവുന്നുണ്ടെങ്കിൽ ആ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പരിഷ്കരണ നടപടികൾ ആരംഭിക്കേണ്ടത്. വെളിയിൽ നിന്ന് നിയമങ്ങൾ ഉണ്ടാക്കി ഏകീകരണത്തിന് വേണ്ടി നടത്തുന്ന ഏത് പരിശ്രമവും എല്ലാ ജാതി, മത, വംശ വിഭാഗങ്ങൾക്കും തുല്യതയോടുകൂടി ജീവിക്കാനുള്ള ഇന്ത്യയിലെ അവരുടെ പൗരൻ എന്ന അവകാശത്തെ നിഷേധിക്കലാണെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അവസാനമായി ഇവിടെ വരാനും ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിന് എനിക്കതിയായ സന്തോഷമുണ്ട്. ഇത്തരമൊരു സെമിനാർ നടത്താൻ കോഴിക്കോട് വേദിയായതിൽ സന്തോഷിക്കുന്നു. രാജ്യത്തെവിടെയും രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലും പണ്ട് വിദ്യാർത്ഥി പ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ സഞ്ചരിക്കുന്ന കാലത്ത് കേരളത്തിൽ എവിടെ വന്നാലും ജാതി ഏതാണ്, മതമേതാണ് എന്ന് എന്നോട് ഇന്ന് വരെ ഒരാളും ചോദിച്ചിട്ടില്ല. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ആ കേരളത്തിൽ കോഴിക്കോട് ഇത്തരമൊരു മഹാസമ്മേളനം യൂണിഫോം സിവിൽ കോഡ് എന്ന ഈ ആശയത്തിനെതിരെ, ഫാസിസ്റ്റ് ആശയത്തിനെതിരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിനെ ഞാൻ അനുമോദിക്കുന്നു. കേരളം ഇന്ത്യ രാജ്യത്തിന് വഴികാട്ടുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് രാജ്യത്താകെ പ്രചോദനമായി ഇതുപോലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇടയാക്കും എന്നും ഞാൻ കരുതുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തതായി CPIM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഈ മഹത്തായ സെമിനാർ ഉദ്ഘാടനം ചെയ്ത CPIM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള വേദിയിലെ സമുന്നതരായ നേതാക്കളെ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ജീവിതത്തിലെ പ്രമുഖരായ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെമിനാറുകൾ പലതും കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ നാം കാണുന്ന ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പതിനായിരക്കണക്കിന് ആളുകളെ ഏതാണ്ട് ഒരാഴ്ചക്കാലത്തെ സംഘടനാപരമായ രാഷ്ട്രീയമായ അണിനിരത്താനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടത്തിയ ശ്രമത്തിൽ നിന്ന് ഏതാണ്ട് 12,000 ആളുകൾക്ക് ഇരിക്കാവുന്ന ഈ ഹാളും ഈ ഹാളിന് പുറത്ത് ഒരുക്കിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന സൗകര്യവുമെല്ലാം നിറഞ്ഞു കവിഞ്ഞ് ഇങ്ങനെയൊരു സെമിനാർ സംഘടിപ്പിക്കാനായത് ഈ മുദ്രാവാക്യത്തിൻ്റെ പ്രത്യേകതയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഞങ്ങളുടെ CPIM-ൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഒപ്പം നിൽക്കുന്നവർ മാത്രമല്ല, ജനസമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടിയിൽ ഒത്തുചേർന്നത്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ആ സമയം മുതൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം
ചെറുതും വലുതുമായ നിരവധി പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. ആ രൂപപ്പെട്ടു വന്ന പ്രതിഷേധത്തിന് ഫലപ്രദമായ ഇന്ത്യയിലെ ഒരു ബദൽ സംവിധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിൽ മതനിരപേക്ഷതയുടെ കലവറയായി കേരളത്തിൽ ഇന്ത്യയുടെയും ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും എല്ലാം സാധുതയ്ക്കു വേണ്ടി അതിശക്തമത്തായ പോരാട്ടത്തിലൂടെ ഞങ്ങൾ ഏകീകൃത സിവിൽ കോഡ് എന്ന ഹിന്ദുത്വ അജണ്ട ഈ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിജ്ഞയാണ് ഈ സെമിനാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം. മനുഷ്യരാണ്, മനുഷ്യ സമൂഹമാണ് ഏതിനെയും നിർണയിക്കുന്നത്. ഒരു ജനാവലിയെ മുഴുവൻ സാക്ഷി നിർത്തിയിട്ട് ഈ തെറ്റായ ഫാസിസത്തിലേക്കുള്ള യാത്രയെ BJPയും RSSും ഉദ്ദേശിക്കുന്നത് ഏക സിവിൽ കോഡൊന്നുമല്ല. ഏക സിവിൽ കോഡിനെ ഒരു ഉപകരണമായി, ഒരു മാധ്യമമായി ഉപയോഗിച്ച് വരുന്ന 25 RSSന്റെ 100ാം വാർഷികമാകുമ്പോഴേക്ക് ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി, വർഗീയ രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഏകീകൃതമായ പോരാട്ടമാണ്, ചെറുത്തുനിൽപ്പാണ് ഈ സെമിനാറിലൂടെ കാണുന്നത്. ഇത്തരം തെറ്റായ പ്രവണതകളെ അഭസ്മീകരിക്കാനുള്ള ശേഷി ജനകീയ പ്രസ്ഥാനത്തിനാണ് എന്ന് ഈ കേരളം ഒറ്റക്കെട്ടായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെറുത്തുനിൽപ്പ് കേന്ദ്രമായി ഈ ചരിത്രപ്രസിദ്ധമായ കോഴിക്കോടിന് മാറാനായി എന്നുള്ളതാണ് ഈ സെമിനാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്ക് സംസാരിക്കാൻ തന്ന സമയം 5 മിനിറ്റാണ്. 5 മിനിറ്റിനുള്ളിൽ പ്രസംഗിച്ച് അവസാനിപ്പിക്കണമെന്നാണ് ഇതിൻ്റെ സംഘാടകർ എന്നോട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതാണ്ട് 10-30ഓളം ആളുകൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാനും മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തി ഭരണഘടന രൂപീകരിക്കാനും എന്നിട്ട് ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ മുഴുവൻ തകർത്ത് ഈ രാജ്യത്തെ ഏകീകൃതമാണ് എന്ന് പറയുന്ന സവർണ സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ രാജ്യത്തെ ഇന്നത്തെ നിലയിൽ നിന്ന് മാറ്റി ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ എല്ലാ ഉള്ളടക്കത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഈ കേരളത്തിൽ, ഇന്ത്യയിൽ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന നിരവധിയായ പോരാട്ടങ്ങളിൽ, സമരങ്ങളിൽ അതിൻ്റെ തുടക്കം കുറിച്ച ചരിത്രപ്രസിദ്ധമായ സെമിനാറായി ഈ സെമിനാറിനെ മാറ്റിയ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കേരള കോൺഗ്രസ് ചെയർമാനും പ്രമുഖ പാർലമെന്റേറിയനുമായ ശ്രീ ജോസ് കെ മാണി. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ സഖാവ് സീതാറാം യെച്ചൂരി, വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ രാഷ്ട്രീയ സാമൂഹിക സമുദായ നേതാക്കന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, കൃത്യമായി എന്തുകൊണ്ടാണ് യൂണിഫോം സിവിൽ കോഡ് ഇവിടെ നടപ്പിലാക്കാൻ പാടില്ല എന്ന് ബഹുമാനായ ഉദ്ഘാടകൻ വരച്ച് കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിലേക്ക് അതിദീർഘമായി കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന അഭിപ്രായ പ്രകടനത്തിൻ്റെ എല്ലാം ഉപരിയായി നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമത്തിന് എതിരായി ഒരു വിശാലമായ മുന്നേറ്റം രൂപപ്പെടുകയാണ്. അത് ഏറ്റവും പ്രധാനമാണ്. ആ സിവിൽ കോഡ് മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വം കാത്തു സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മതേതരവാദികളുടെയും അതുപോലെ തന്നെ ജനാധിപത്യവാദികളുടെയും യോജിച്ച മുന്നേറ്റത്തിനൊരു വഴികാട്ടിയായി ഈ സെമിനാർ മാറുകയാണ്.
യൂണിഫോം സിവിൽ കോഡ് എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ഇവിടെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത്, ഞാനൊരു പാർലമെന്റ് അംഗമാണ്, ഇവിടെ ഏറ്റവും ബഹുമാനായ ഇളമ കരീം ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെയുണ്ട്. എപ്പോഴും ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ അദ്ദേഹം വളരെയധികം ഇടപെടുന്ന വ്യക്തി കൂടിയാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ നിയമനിർമ്മാണങ്ങളും പരിഷ്കാരങ്ങളും നടത്തുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് ആ നിയമനിർമ്മാണങ്ങളും പരിഷ്കാരങ്ങളും നടത്തുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് പരിശോധിക്കേണ്ടതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് നമ്മുടെ രാജ്യത്ത് വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം? ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ 6-7 വർഷക്കാലം നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, വർഗീയതയുടെ പേരിൽ ഈ രാജ്യത്തിനെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം, ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ ശ്രമം നടത്തിയത് ആദ്യമേ ആരാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ തന്നെയാണ്. ബംഗാൾ വിഭജനം നമുക്കറിയാം. അന്ന് 1905 കേട്സൺ പ്രഭു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇന്ത്യ വിഭജിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പടിവാതിക്കലെത്തിയപ്പോഴാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ചോര ഒഴുകി. മായാത്ത മുറിവുകൾ ഇന്ത്യക്ക് അനുഭവമുണ്ടായി. പക്ഷെ അതിനുശേഷം ഇന്ത്യയെ ഒന്നായി കണ്ടുകൊണ്ട് സംരക്ഷിച്ച് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെയാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ ഉള്ള ശ്രമം നടത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഈ യൂണിഫോം സിവിൽ കോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചുരുക്കിയ സ്നേഹിതരെ, നമ്മളെ സംബന്ധിച്ചോളം ഈ യൂണിഫോം സിവിൽ കോഡ് അത് ഒറ്റപ്പെട്ട ഒരു നടപടിയല്ല. ഇവിടെ സൂചിപ്പിച്ചു, അധ്യക്ഷൻ വരെ സൂചിപ്പിച്ചു, ഇവിടെ കാശ്മീരിന്റെ ആ സ്റ്റേറ്റസ് എടുത്തു കളഞ്ഞത്, സിറ്റിസൺ അമെൻമെന്റ് ബില്ല് എത്തിയത്, അതുമാത്രമല്ല ഒരു ഭാഷ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം, ന്യൂനപക്ഷങ്ങളുടെ, മതന്യൂനപക്ഷങ്ങളുടെ, ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അടിച്ചമർത്തുവാനുള്ള ശ്രമം. അങ്ങനെ ഈ രാജ്യത്തിന്റെ സവിശേഷതകളെല്ലാം അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്ന ആ ഘട്ടത്തിലാണ് ജാതിയുടെയും മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ നേട്ടം നേടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിലാണ് അവസാനത്തെ അടവായിട്ട്, ആയുധമായിട്ട് ഈ യൂണിഫോം സിവിൽ കോഡ് ഇവിടെ എത്തിക്കുന്നത്. നമ്മൾ കാണുന്നത് പ്രധാനമായും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നത്? നമ്മൾ മണിപ്പൂരിൽ കണ്ടു. ഞാൻ അവിടെ പോയി ആദ്യമേ തന്നെ കണ്ട് ആ കാഴ്ചകൾ കണ്ട് നെഞ്ചു പൊട്ടുകയാണ്. അവിടെ ഹൃദയങ്ങൾ വിഭജിച്ചിരിക്കുന്നു, അവിടെ മണ്ണ് വേർപെട്ടിരിക്കുന്നു. 2 ഗോത്ര സമൂഹം തന്നെ അവർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതിനെ ഞാൻ ഒരു ഏറ്റുമുട്ടലോ ഒരു സംഘർഷമോ ഒരു കലാപമോ എന്ന് ഞാൻ വിളിക്കില്ല. അത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇനി ആ സംസ്ഥാനം ഒരുമിച്ച് പോകുമോ എന്നുള്ളത് സംശയമാണ്. അവിടെ പോയി കണ്ടു, മണ്ണ് വിഭജിച്ചിരിക്കുകയാണ്, ഹൃദയങ്ങള് സെപ്പറേറ്റ് ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നമ്മളൊക്കെ പ്രസംഗിക്കപ്പോൾ നിയമവാഴ്ചയില്ല എന്ന് പ്രസംഗിക്കുമ്പോഴും അവിടെ നിയമവാഴ്ച ഉണ്ടാകാൻ പാടില്ല എന്ന് സംസ്ഥാനവും കേന്ദ്രവും അവിടെ തീരുമാനിച്ചു. എന്തിനാ? ഒരു സമൂഹത്തെ, ഒരു ഗോത്രത്തെ, അവരെ സഹായിക്കുവാൻ വേണ്ടി ഒരു സമൂഹത്തെ ഒരു വേട്ടയാടലാണ് അവിടെ ഒരു ന്യൂനപക്ഷ വേട്ടയാണ്, ഒരു വംശഹത്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് സ്നേഹിതരെ, ഇവിടെ പലപ്പോഴും നമുക്ക് കേന്ദ്ര സർക്കാർ ഭരണകർത്താക്കൾ നടത്തുന്നത് ഒരു 3D ആണ്. ഒരു 3D എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ അല്ല, ഡിവൈഡ്, ഡിവിഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ വിഭജിക്കുക, അല്ലെങ്കിൽ ഭിന്നിപ്പിക്കുക, വിജയിപ്പിക്കുക, പൂർണ്ണമായി നശിപ്പിക്കുക, അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക. ഇത് നമുക്ക് വേണ്ടത് തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ ആ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട്
ആ കൾച്ചറൽ പ്ലൂരാലിറ്റി ഇവിടെ സംസാരിച്ചു. അത് കടത്തിലെടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകേണ്ടതുണ്ട്. ആ ഒരുമിച്ച് പോകാൻ കേരളം, നമുക്കറിയാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യം ഒരു സെമിനാർ നടത്തിയത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടക്കുമ്പോൾ അതിവിടെ മാത്രമല്ല, ഇന്ന് നമ്മുടെ നേതൃത്വം മറ്റു സംസ്ഥാനങ്ങളും രാജ്യത്തും ഇതൊരേ സ്വരമായി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ, ഈ രാജ്യത്തിൻ്റെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. CPIയുടെ പ്രമുഖ നേതാവും MLAയുമായ സഖാ VK വിജയൻ. ഈ സെമിനാറിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീമാൻ KP രാമനുണ്ണി, സെമിനാർ ഉദ്ഘാടനം ചെയ്ത CPM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി, വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, മറ്റ് സാമൂഹ്യ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഉദ്ഘാടകൻ വളരെ മനോഹരമായി ഏകീകൃത സിവിൽ കോഡിൻ്റെ അവസ്ഥ, ഇന്നത്തെ സാഹചര്യം ചേർത്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രശ്നമാണോ? വളരെ യാദൃശ്ചികമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു നിലപാടിലേക്ക് BJP പോകണം എന്ന് തീരുമാനിച്ചത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വാർഷികം ആഘോഷിക്കുമ്പോഴും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭാരതം ഇന്നത്തെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ വലിയ തോതിൽ ദാരിദ്ര്യം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, തൊഴിലില്ലായ്മ, വീടില്ലാത്ത പ്രശ്നം, കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തുടങ്ങി ഒട്ടേറെ ഗൗരവമേറിയ പ്രശ്നങ്ങൾക്ക് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തുന്നതിൻ്റെ തുടർച്ചയാണ് ഈ ഏകീകൃത സിവിൽ കോഡിൻ്റെ സമീപനവുമായുള്ള BJPയുടെ പോക്ക്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യൻ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് നമ്മുടെയെല്ലാം ഏറെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളെ, നമ്മുടെ കായിക പ്രതിഭകളെ ഒരു BJP MP ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള ശ്രമം നടത്തിയതിനുള്ള പ്രതിരോധം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നാവ് പൊന്തിയില്ലല്ലോ. ആ പാർട്ടിയിലെ ആരെങ്കിലും അത് മുൻകൈയെടുത്തോ? അതൊന്ന് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്? ഇല്ല. അതാണ് ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയുടെ യാഥാർത്ഥ്യം. അവരുടെ മുമ്പിൽ, ഭരിക്കുന്നവരുടെ മുമ്പിൽ മനുഷ്യരില്ല. അതിനെ തകർക്കാനുള്ള നില സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വീണ്ടും അവർ ശ്രമിക്കുന്നു, ഒരു ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താൻ. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ കാശ്മീർ രണ്ടാക്കി മാറ്റിയത്, മൂന്നാക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ സിവിൽ കോഡിലേക്ക് വന്നിരിക്കുകയാണ്. അതോടൊപ്പമാണ് മണിപ്പൂരിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അതിനെ 2 മേഖലകളാക്കി ഇന്നലത്തെ വാർത്തകൾ കാണാൻ കഴിഞ്ഞത്. ബങ്കറുകൾ രൂപീകരിച്ച് സംഘർഷത്തിലേക്ക് പോകുന്നു. അതൊന്ന് അവസാനിപ്പിക്കാൻ സുശക്തമായ രാഷ്ട്രമാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട ഭാരതം. അതിൻ്റെ ഭരണാധികാരികൾ എന്ന നിലക്ക് ഈ നാടിനെ വിറപ്പിക്കുന്ന, ഈ നാടിനെ ഞെട്ടിപ്പിക്കുന്ന, ലോകത്തിന് മുമ്പിൽ നാണമുണ്ടാക്കുന്ന ആ പ്രശ്നമൊന്ന് അവസാനിപ്പിക്കാൻ എന്തേ ഇന്ത്യൻ ഭരണാധികാരികൾ കഴിയുന്നില്ല? അതിൻ്റെ തുടർച്ചയാണ് അവർ ഏകീകൃത സിവിൽ കോഡിലൂടെ കൊണ്ടുവന്ന് രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഹിന്ദു കാർഡ് കാണിച്ചുകൊണ്ട് വോട്ട് കരസ്ഥമാക്കാനുള്ള നിഗൂഢമായ സമീപനം, ശ്രമം നടത്തുന്നത്. ഇതവർ പുതിയ ശ്രമമല്ല. ബാബറി മസ്ജിദ് മുതൽ ആരംഭിച്ചതിൻ്റെ തുടർച്ചയാണ് ഈ പ്രവർത്തനം എന്ന് നാം കാണേണ്ടതുണ്ട്. അതിനെ ഇന്ത്യക്കാരെന്ന നിലക്ക്, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ മനുഷ്യർ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച പോരാട്ടത്തിന്റെ വഴികളിലേക്ക് നീങ്ങിയതുപോലെ ഈ വിപത്തിനെതിരെ നേരിടുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ജനത ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിന് സഹായകരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഇടതുപക്ഷം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾ ആ ദിശയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ഉൾപ്പെടെ ഭിന്നിപ്പിക്കാൻ ജാതിയും മതവും ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നതിനെ കണ്ടുകൊണ്ടാണ് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നത്. രാജ്യത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ പട്ടികജാതി പട്ടികവർഗങ്ങൾ, ഭൂസ്വാമികൾ, അവരുടെ ഗുണ്ടകൾ വിവിധ പേരുകളിൽ സേനകൾ രൂപീകരിച്ച് അരുകൊല ചെയ്യുന്നു. ഇത്തരം സാഹചര്യത്തിലൊന്നും അവർക്കിത് തിരിഞ്ഞു നോക്കാൻ
ഹിന്ദു മതത്തിനുള്ള അകത്തുള്ള സഹോദരി സഹോദരന്മാരെ ചെയ്യുമ്പോഴും അവർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഒരാര്യ സംസ്കാരം രാജ്യത്ത് കൊണ്ടുവരണമെന്ന RSSന്റെ ലക്ഷ്യം നടപ്പിലാക്കാനാണ് അവർ ഇത്തരം മുദ്രാവാക്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അതിനെ പ്രതിരോധിക്കേണ്ടത് രാജ്യം ചിന്തിക്കുന്ന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഒരു ജനതയുടെ കടമയാണ്. ആ നില സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് ആക്കവും തൂക്കവും കൂട്ടുന്നതാണ് ഈ സെമിനാർ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇന്ത്യൻ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് അതാണ്. അതിനോടൊപ്പം ചേർത്തുകൊണ്ട് ഇന്ത്യയിലെ മറ്റെല്ലാ ജനാധിപത്യ മതേതര ശക്തികളെയും യോജിപ്പിച്ചുകൊണ്ട്, ദേശസ്നേഹികളായ ജനതയെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ഐക്യ നിരപ്പെടുത്തുയർത്തേണ്ടതുണ്ട്. അത് പ്രക്ഷോഭങ്ങളിലൂടെ നിരക്കേണ്ടതാണ്, കൂടിച്ചേരലുകളോട് ഉയർന്നു വരേണ്ടതാണ്. പരിഷ്കരണങ്ങൾ നടക്കണം. അത് ഏത് വിഭാഗമാണോ അവരിൽ നിന്ന് ഉയർന്നു വരേണ്ടതാണ് മുദ്രാവാക്യം. നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയ മഹാരഥന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. അവരുണ്ടാക്കിയ കേരളത്തിലും അവരുണ്ടാക്കിയ ഭാരതത്തിലുമാണ് ജീവിക്കുന്നത്. അതാണ് മാർഗം. അവരിൽ നിന്ന് പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും അത് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആ സമീപനത്തിലൂടെ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. ഒരു നിയമം കൊണ്ടുവന്ന് ഇത് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. ആരെങ്കിലും എലിയെ പിടിച്ച് പൂച്ചയുടെ അടുത്ത് സംരക്ഷണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ആ നില നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത്തരം ഒത്തുചേരലുകൾ ഇവിടെ ചേർന്നതുപോലെ രാജ്യത്താകമാനം ജനതയെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും നീങ്ങാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിന് ഇതിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടകന്റെ പ്രസംഗത്തിന് ഒരു വരയിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അഭിവാദ്യങ്ങൾ. LJD നേതാവ് ശ്രീ MV ശ്രേയസ് കുമാർ. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ സെമിനാറിൻ്റെ ഉദ്ഘാടകൻ ബഹുമാന്യായ CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, വേദിയിൽ സന്നിധരായിട്ടുള്ള പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളത് ഏറ്റവും മനോഹരമായ രീതിയിൽ ശ്രീ യെച്ചൂരിയോട് പറഞ്ഞു കഴിഞ്ഞു. അർത്ഥശങ്കയില്ലാത്ത രീതിയിൽ അദ്ദേഹം പല സംഭവങ്ങളും ഇവിടെ വിവരിച്ചു, വളരെ നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ. അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അതുമാത്രം ധാരാളം ആൾക്കാരോട് സംസാരിക്കാനുണ്ട്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഇതിൻ്റെ ഡിബേറ്റ് നടന്നിരുന്നു. അന്ന് അംബേദ്കറും നെഹ്റുവും ഇതിന് അനുകൂലമായിരുന്നെങ്കിലും അവസാനം അംബേദ്കർ പറഞ്ഞത്, ഇവിടെ യെച്ചൂരി പറഞ്ഞതുപോലെ നിർബന്ധപൂർവ്വം നടപ്പാക്കേണ്ട ഒന്നല്ല, എല്ലാവരുടെ അഭിപ്രായത്തോടും നടപ്പാക്കേണ്ടതാണ്. അങ്ങനെ നടപ്പാക്കിയാൽ തന്നെ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഈ നിയമത്തെ അവർ പാലിക്കേണ്ട എന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 14-ാം വകുപ്പ് ഈക്വാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ 44-ാം വകുപ്പിൽ ആ രീതിയിലല്ല. അത് നിർദ്ദേശ തത്വം മാത്രമാണ്, അത് ബോധപൂർവം ചെയ്ത ഒന്നാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഇപ്പോൾ 371-ാം വകുപ്പ് പ്രകാരം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ചില അവകാശങ്ങളുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അവകാശങ്ങൾ എടുത്തു കളയില്ല, ഇങ്ങനെ ഏകീകൃത സിവിൽ കോഡോട് വരിക. ഇതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മാറ്റുമെന്ന കാര്യത്തെക്കുറിച്ചൊരു സംശയവും ആർക്കും വേണ്ട. അതിന് 25 വരെ ചിലപ്പോൾ കാത്തിക്കേണ്ടി വരില്ല, പക്ഷേ അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ വന്നാൽ. കാരണം ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴാണ് അവസരം ലഭിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള, ഞാൻ ചെറിയൊരു അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. 2019 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോളിംഗിന് ശേഷം ഞാൻ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഞാൻ പോയിരുന്നു, പ്രത്യേകിച്ച് ബീഹാർ, UP. അന്ന് കൊണ്ടുവന്നത് രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ഒരു കാര്യം. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. 2024 അതുപോലത്തെ വൈകാരികമായ ഒരു സംഭവം വേണം. അതുമാത്രം അതിൻ്റെ പിന്നിൽ അജണ്ട ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള ഒരു കൂട്ടിലാണ് ഇവിടെ നടക്കുന്നത്. ഇത് സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ്. അതിനെ എതിർക്കേണ്ടത് അനിവാര്യമാണ്. ഏതായാലും കോഴിക്കോട് ഇത്രയധികം ജനങ്ങൾ ഈ ഒരു സെമിനാറിൽ പങ്കെടുത്തത് അത്ഭുതപ്പെടുത്തുന്നു. കാരണം അത് നിങ്ങളുടെ മനസ്സാണ് കാണിക്കുന്നത്. ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം, ഇന്ത്യ ഒരു ബഹുസ്വര രാഷ്ട്രമാണ്, മതേതര രാഷ്ട്രമാണ് എന്നുള്ള
ഉറച്ച വിശ്വാസത്തിന് മേലാണ് ഇവിടെ നിങ്ങളെല്ലാം കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ശരിയായ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരട്ടെ. ഇവിടെ വേറൊരു അജണ്ട വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഗതി നടത്തുമ്പോൾ അതിനെ എതിർക്കേണ്ടത് അനിവാര്യമാണ്. ഏതായാലും ഈ സെമിനാർ സംഘടിപ്പിച്ച സംഘാടകർക്കും ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറിയും ഹജ്ജ് കമ്മിറ്റി അംഗവുമായ മുക്കം ഉമർ ഫൈസി. ബഹുമാന്യനായ അധ്യക്ഷൻ, യോഗം ഉദ്ഘാടനം ചെയ്ത ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ മത സംഘടനകളുടെയും പാർട്ടികളുടെയും പ്രതിനിധികളായും പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന അത് ഉള്ള അവസ്ഥയിൽ അന്തസ്സുയർത്തി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ഇവിടെ ഇനി കൂടുതലൊന്നും പറയേണ്ടതില്ല. ഈ സംവാദം തുടങ്ങിയിട്ട് കുറച്ച് ആഴ്ചകളായി അല്ലെങ്കിൽ മാസമായി. പ്രധാനമന്ത്രി ഇവിടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വാർത്താ മാധ്യമങ്ങളിലും ജനങ്ങൾ കൂടുന്നിടത്തൊക്കെ സംസാരം ഇതുതന്നെയാണ്. എന്താണ് കൊണ്ടുവരാൻ പോകുന്ന സാധനം എന്ന് ആർക്കും അറിയില്ല, വെളിപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. അത് വെളിപ്പെടുത്താത്ത ഒരു സാധനമാണ്, വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു സാധനമാണ്. എന്തോ ഒരു പോത്തായി വരുമെന്ന് പറയുമ്പോൾ കുട്ടികൾ നിലവിളിച്ചാൽ പോത്തായി വരുന്നുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു സാധനമാണിത്. പോത്തുമില്ല, ആയിട്ടുമില്ല, ഒന്നുമില്ല. ഈ രൂപത്തിലെത്തി മറ്റൊരു ലക്ഷ്യം കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ നമുക്കറിയാം. ഒരു വീട്ടിൽ 2 നിയമം വേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കുന്നില്ല. എല്ലാവരും യോജിക്കണം, ഒറ്റക്കെട്ടായി പോകണം എന്നാണ് പറയുന്നത്. പറച്ചിലാണത്. നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നു. അതേ അവസരത്തിലാണ് ഈ വർത്തമാനം. ഒട്ടകപ്പക്ഷിയെക്കുറിച്ച് പറയാറുണ്ട്, ആരും കാണരുതെന്ന് കരുതി മണ്ണിൽ തല പൂഴ്ത്തുമെന്ന്. ഇതുപോലെ ഇതാർക്കും മനസ്സിലാവില്ല എന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. എന്തൊക്കെ ഇവിടെ ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു. ആളുകളെ റോട്ടിലിട്ട് കൊല്ലുക, ഭക്ഷിക്കുന്ന സാധനത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക, പാർലമെന്റ് മന്ദിരം വരെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ നിലപാടിലാണ് അതിൻ്റെ ഉദ്ഘാടനം. ബാബരി പള്ളി പൊളിച്ചു, ഏകീകരണം ഉണ്ടാക്കാനാ. ഏകീകരണം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ് ഇതൊക്കെ. ഇതുപോലെ CA കൊണ്ടുവന്നു. ഇവിടെ CA വലിയ പ്രക്ഷോഭമൊക്കെ നമ്മൾ നടത്തി. അതിൻ്റെ ഒക്കെ ലക്ഷ്യം ജനങ്ങളെ ഏകീകരിപ്പിക്കലാണ്. എങ്ങോട്ടായി ഏകീകരണം? എങ്ങോട്ടാണ് UCC? ജനങ്ങളെ ഒന്നാക്കുക, അതായത് ഹിന്ദുവൽക്കരണം. ഹിന്ദുവൽക്കരണം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളെ പറ്റിയല്ല പറയുന്നത്. ഹിന്ദു മതവും അതിൻ്റെ സംഗതികളൊക്കെ തന്നെ വളരെ പരിശുദ്ധ. ഹിന്ദുക്കളിൽ അങ്ങനെ ഒരു അജണ്ടയില്ല. ഒരു നിർമ്മിച്ചുണ്ടാക്കിയ ഒരു അജണ്ട വിദ്വേഷം പരത്താനും ഇവിടെ നിലനിൽക്കുന്ന സൗന്ദര്യം, ഇന്ത്യ രാജ്യത്തിൻ്റെ സൗന്ദര്യം നമുക്കറിയാം, വൈവിധ്യമാണ്. ഒരു പൂന്തോട്ടം പോലെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളെ പോലെയാണ് ഇന്ത്യ രാജ്യം. ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഇതിൻ്റെ യശസ് ഉയർത്തുന്നത് ഈ വൈവിധ്യമാണ്. സീതാറാം യെച്ചൂരി ഇവിടെ പറഞ്ഞു, നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ വൈവിധ്യങ്ങൾ ഇവിടെ നിലനിൽക്കണം. ഭരണഘടനാ നിർമ്മാതാക്കൾ 2 കൊല്ലവും 11 മാസവും 18 ദിവസവും എടുത്തുകൊണ്ടാണ് ഭരണം ഉണ്ടാക്കിയത്. രാജ്യത്തിൻ്റെ സ്വഭാവങ്ങൾ അറിയുന്ന മഹാന്മാരിരുന്നിട്ടാണ് ഭരണഘടന ഉണ്ടാക്കിയത്. അവരുണ്ടാക്കിയ കൂട്ടത്തിൽ അവർ 2-3 വിഭാഗമാക്കി തിരിച്ചിട്ടുണ്ട്.
ഒന്നാമത്തത് മൗലികാവകാശം. മൗലികാവകാശത്തിൽ പറയുന്നുണ്ട്, ഏതൊരു പൗരനും അവൻ ഇഷ്ടമുള്ളത് വിശ്വസിക്കാനും സ്വീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കണം. അതിലാരും കൈവെക്കാൻ പറ്റില്ല. അതിൽ തന്നെ പറയുന്നുണ്ട്, ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് നിലനിൽക്കുകയില്ല. നമ്മളെന്തിനാ പേടിക്കുന്നത്? നിലനിൽക്കില്ലെങ്കിൽ ചിലപ്പം പേടിക്കേണ്ടി വരും. ജുഡീഷ്യറി ഒക്കെ തന്നെ ഒരു ഭാഗത്ത് എങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ പേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ പേടിക്കണ്ട. അതോടുകൂടെ തന്നെ നിർദ്ദേശക തത്വം എന്ന് പറയുന്ന ഭാഗത്താണ് ഏക സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, 3 കൊല്ലത്തോളം ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അതിനൊരു തീരുമാനം കൂടെ അവിടെ എഴുതിക്കൂടായിരുന്നോ? ചർച്ച ചെയ്തിട്ട് അവർക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല, അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾക്കും ഖിയാമത്ത് വരെ എത്താൻ കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അതിനെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി എഴുതിയത്. ആ ഭാഗത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവിടെ സംസാരിച്ചതുപോലെ ഒരു ഏക സിവിൽ കോഡ് മാത്രമല്ല, യൂണിഫോം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങളോട് കുറെ പറഞ്ഞു. മദ്യനിരോധം, അതുപോലെ മനുഷ്യനെ മയക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ പൂർണ്ണമായി നിരോധിച്ചെന്ന് ഉറപ്പുവരുത്തണമെന്ന് പറയുന്നുണ്ട്. ഇല്ലേ? ഇവിടെ നടക്കുന്നുണ്ടോ? മനുഷ്യനിക്ക് ഇന്ന് ഇപ്പോൾ പത്രമെടുത്ത് നോക്കിയാൽ കൊലയും കൊലപാതകവും വീട്ടിലുള്ള അസ്വാരസ്യങ്ങളും നാട്ടിലുള്ള എല്ലാ തമ്മാടിത്തങ്ങളും നടക്കുന്ന അതിൻ്റെ പേരിലാണ്. അമ്മനെ കൊന്നു, മകൻ അമ്മനെ കൊന്നു, സഹോദരിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നത് ഇതിൻ്റെ ഈ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ നിലയിലാണ്. ഇതൊക്കെ ആക്കിയിട്ട് ജനങ്ങൾക്ക് അതുപോലെ തൊഴിൽ സമത്വം, എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു സമത്വ അവകാശം, അങ്ങനെയുള്ള ജനങ്ങളിൽ ക്ഷേമകരമായ എത്ര പ്രവൃത്തികൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തൊടാതെ നമ്മളിടയിൽ ഏക സിവിൽ കോഡ്, അത് തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ദളിതന്മാർ ചെന്ന് പറഞ്ഞപ്പം അവരൊഴിവാക്കി. പിന്നെ ക്രിസ്ത്യാനികൾ ചെന്ന് പറഞ്ഞപ്പം അവരെ ഒഴിവാക്കി. ഇപ്പൊ ജിഫിരി തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത പോകുന്നുണ്ട്. അതോടുകൂടെ അത് ഒഴിവാക്കുന്ന കരുതുന്നത്. എന്നാ പിന്നെ ഞാൻ സാധനം വേണ്ടല്ലോ, ആ സാധനം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞു ഒരു പോത്തായിന്റെ കളിയാ. ഈ പോത്തായിന്റെ കളിയാണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. ഇതുപോലെ ജനങ്ങളാണ് കൂടിയിരിക്കുന്നത്. ഒരു മദ്ദളത്തിലെ, ഒരു ചെറിയ ഗ്രാമത്തിലെ, ചെറിയ ഭാഗത്തിലെ ജനങ്ങളാണ് കൂടിയിരിക്കുന്നത് ഒരു വിളിയാളം കൊണ്ട്. ഈ ജനങ്ങളുടെ ശക്തി അവർ കാണുന്നുവെങ്കിൽ ഇനി ഇത്തരം പുലമ്പങ്ങളൊന്നും അവരുടെ ഭാഗത്ത് ഉണ്ടാവില്ല. നമുക്ക് തീർച്ചയായും ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാകാൻ കഴിയില്ല. ഇതിപ്പോ ഒരു ഭാഗത്തതാ കണ്ണൂർ നടക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ ഓരോ ജില്ലയിലും നടക്കാൻ പോകുന്നുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിൻ്റെ ഇഷ്ടം പോലെ നടക്കും. അങ്ങനെ നടന്നാൽ ഉറപ്പാണ് BJPയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വപ്നങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇതോടുകൂടെ അവസാനിക്കും. 24-ൽ അവർ കാണുന്ന BJPയുടെ ഏകാധിപത്യ ഭരണത്തിന് വേണ്ടിയുള്ള കോണിവെക്കൽ അവസാനിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മളൊന്നും ഭയപ്പെടുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യമുള്ള ഈ സംഘടന ഈ യൂണിഫോമിനെതിരെ ശക്തിയായിട്ട് ആര് സംഘടിപ്പിച്ചാലും അവരുടെയൊക്കെ കൂടെ ഉണ്ടാകും, മുന്നിലായിട്ടും പിന്നിലായിട്ടും ഉണ്ടാകുമെന്ന് ഇതിൻ്റെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ച സംഗതിയാണ്. അണികളൊക്കെ തന്നെ ആ ഭാഗത്ത് തന്നെയാണ്. മറ്റ് അപശബ്ദങ്ങളൊന്നും ഇല്ല. ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവഗണിക്കേണ്ടതാണ് എന്നേ പറയാനുള്ളൂ. ആ നിലയ്ക്ക് ഇതിനുള്ള എല്ലാ പിന്തുണയും നൽകി എല്ലാ ആശീർവാദങ്ങളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ സി മുഹമ്മദ് ഫൈസി. ബഹുമാന്യരായ യോഗാധ്യക്ഷൻ, പ്രമുഖ സാഹിത്യകാരൻ രാമനുണ്ണി സാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത സീതാറാം യെച്ചൂരി, ഗോവിന്ദൻ മാസ്റ്റർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഒരു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് ആണ്. ഒരു രാജ്യത്തുള്ള ജനങ്ങൾ
പരസ്പരം ധാരണയിലെത്തിക്കൊണ്ട് രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സമ്മതിക്കാൻ കഴിയുന്ന കുറേ ഫാക്റ്റുകളുണ്ട്. അവ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു സ്റ്റേറ്റ് രൂപപ്പെടുന്നത്. ഒരു കുടുംബത്തിൽ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ യോജിച്ച് മുന്നോട്ട് നീങ്ങുന്നത് പോലെ രാജ്യത്തെ ജനങ്ങൾ യോജിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. അവിടെ സ്റ്റേറ്റ് ഉണ്ടാകുന്നു. എന്നാൽ പ്രമുഖ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ 1983 പുറത്തിറക്കിയ ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന പുസ്തകത്തിൽ ഈ ഭാഗം നന്നായി വിവരിച്ചിട്ടുണ്ട്. ചരിത്രപരമായി വ്യത്യസ്ത വംശീയ സമൂഹങ്ങളുള്ള ഒരു നാടാണ് ഇന്ത്യ. 1931 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ 6 വംശീയ വിഭാഗങ്ങൾ ഉണ്ട്. ഭാഷയിലും ഈ വൈവിധ്യം കാണാം. 1971 സെൻസസ് പ്രകാരം 1652 ഭാഷകൾ ഇന്ത്യയിൽ ജനങ്ങൾ മുഖ്യ ഭാഷകളായി ഉപയോഗിക്കുന്നു. അവ വെറും ഭാഷകളല്ല, തദ്ദേശീയമായ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും കൂടി ഉൾക്കൊണ്ടതാണ്. 22 ഔദ്യോഗിക ഭാഷകൾ ഇന്ത്യയിലുണ്ട്. മതത്തിലും ഈ വൈവിധ്യം കാണാം. ധാരാളം ഗോത്രീയ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പുറമെ ബുദ്ധമതം, ജൈനമതം, ഹൈന്ദവ വിശ്വാസധാരകൾ, സിഖ് മതം, ക്രിസ്തുമതം, ഇസ്ലാം ഇവയെല്ലാം നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുകയാണ്. ഈ വൈവിധ്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഇന്ത്യ എന്ന ഒരു രാഷ്ട്രം 1947 സ്വാതന്ത്ര്യം ലഭിച്ച് പിന്നീട് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഭൂമിശാസ്ത്രപരമായി രാഷ്ട്രീയമായി ഐക്യവും പരമാധികാരവും എന്നതോടൊപ്പം മേൽ പ്രതിപാദിച്ച മുഴുവൻ മത സാംസ്കാരിക ഭാഷാ വൈവിധ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഈ ഇന്ത്യയിൽ 1000-ലധികം വ്യക്തി നിയമങ്ങളുണ്ട്. ഇതൊക്കെ അംഗീകരിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങളുമുണ്ട് എന്നർത്ഥം. റഷ്യ, അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങിയ ഡെവലപ്ഡ് കൺട്രീസിൽ പോലും വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിയമങ്ങളുണ്ട്. ഇതെല്ലാം തള്ളിക്കളഞ്ഞ് പുതുതായി ഉണ്ടാക്കാൻ പോകുന്ന നിയമം ഏതാണ്, എങ്ങനെയാണ്? ഈ ആശങ്ക ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അധികാരം നിലനിർത്താൻ വേണ്ടി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതി എല്ലാ അർത്ഥത്തിലും തെറ്റാണ്. പൗരന്മാരുടെ വ്യക്തിപരമായ കുടുംബപരമായ അവകാശങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന ഇടപെടലുകൾ അപമാനകരമാണ്. നൂറ്റാണ്ടുകളായി നിരാക്ഷേപം നടന്നുവരുന്ന സമ്പ്രദായങ്ങൾ ഒരിക്കലും ഈ രാഷ്ട്രത്തിന് ഭീഷണിയായിട്ടില്ല. മതനിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നവരുണ്ടായേക്കാം. അത്തരം ആളുകളെ ബോധവൽക്കരിക്കുവാൻ മതത്തിൻ്റെ ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരണം. മതവിശ്വാസികളിൽ ചിലർ മതനിയമങ്ങളെ ലംഘിക്കുന്നുണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ മതനിയമങ്ങൾ എടുത്തു കളയുകയല്ല വേണ്ടത്, മറിച്ച് ബോധവൽക്കരണമുണ്ടാകണം. അസഹിഷ്ണുതകൾ സൃഷ്ടിക്കുന്നത് രാജ്യത്തിന് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. ഇന്ത്യയുടെ പ്രശസ്തിയും മഹത്വവും വൈവിധ്യത്തിലെ ഐക്യമാണ്. അത് തകർന്നു. ആ വിഷയത്തിൽ നടത്തിയ പ്രസ്താവന ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് താല്പര്യമുള്ള എല്ലാവരും പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഏക സിവിൽ കോഡ് പാടില്ലെന്ന് മിസോറാമിൽ നിയമ
പ്രമേയം പാസാക്കി. BJP പോലും അതിനെ പിന്തുണച്ചു. ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ വ്യത്യസ്തമല്ലേ? ക്രിമിനൽ നിയമങ്ങളും മോട്ടോർ വാഹന നിയമങ്ങളും ഇവയെല്ലാം ഇന്ത്യയിൽ മൊത്തം ഒന്നാണെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വ്യക്തിപരമായ ആചാര അനുഷ്ഠാനങ്ങളിൽ പ്രത്യേക നിയമങ്ങൾ നിലനിൽക്കണമെന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നു. അതിൽ മാറ്റം വരുത്തരുത് എന്നാണ് ന്യൂനപക്ഷങ്ങളോടൊപ്പം CPM ഈ രാജ്യത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നത്. എല്ലാ സമയത്തും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾ കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയൊരു ശക്തി തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭൂരിപക്ഷത്തിനാണ് പരമാധികാരം. പക്ഷേ ആ പരമാധികാരം ഉണ്ട് എന്ന് പറയുന്ന അതേ ഭരണഘടനയുടെ വരികളിൽ മൈനോറിറ്റീസിന് പ്രത്യേകമായ അവകാശങ്ങൾ ഡോക്ടർ അംബേദ്കർ ഉൾക്കൊള്ളുന്ന ടീം ഉൾപ്പെടുത്താൻ കാരണം ഭൂരിപക്ഷം ചിലപ്പോൾ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ സാധ്യതയുണ്ട്. അതാണ് ഫാസിസം. അതുണ്ടാകാതിരിക്കണമെങ്കിൽ മൈനോറിറ്റീസിൻ്റെ പ്രത്യേകമായ അവകാശങ്ങൾ പറയേണ്ടതുണ്ട്. അത് പറഞ്ഞ കാരണം കൊണ്ടാണ് ഇന്ത്യയും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്നും ഉയരത്തിൽ അത് പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 44ാമത്തെ ഖണ്ഡിക അനുശാസിക്കുന്ന ഏകീകൃത നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ 25ാം ഖണ്ഡിക ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് യാതൊരു ഹാനിയും സംഭവിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തണം. പൊതുനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാവരുത്. നാനാജാതി മതഭാഷ സംസ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇന്ത്യ എന്ന ഈ സങ്കല്പത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഏക സിവിൽ കോഡ്. കേരള മുസ്ലിം ജമാഅത്തും ഈ നാട്ടിലെ സുന്നി വിശ്വാസികളും എപ്പോഴും ഏക സിവിൽ കോഡിനെതിരായി മുന്നോട്ട് നീങ്ങുമ്പോൾ അവർക്ക് ശക്തി പകരുന്ന നിലപാടുകൾ ഈ രാജ്യത്ത് നല്ലവരായ എല്ലാ ജനങ്ങളിൽ നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിട. എല്ലാവർക്കും നന്ദി. KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ. നമ്മുടെ ഈ സെമിനാറിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ, സെമിനാർ ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ബഹുമാനായ ശ്രീ സീതാറാം യെച്ചൂരി, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദ മാസ്റ്റർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ഏകീകൃത സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കും എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് ശേഷം പലതരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ പരാമർശമുണ്ടായതിനു ശേഷം വളരെ സജീവമായ ചർച്ചകൾ നടന്നുവെങ്കിലും ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ആദ്യഘട്ടത്തിലുണ്ടായില്ല. ഞാനിപ്പോൾ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ നമുക്കറിയാം, വിവാദങ്ങൾ കൊണ്ടും വിമർശനങ്ങൾ കൊണ്ടും വളരെ ശ്രദ്ധയാകർഷിക്കുന്ന നിലയിലാണ് CPM സംഘടിപ്പിച്ചിട്ടുള്ള ഈ സെമിനാർ പുരോഗമിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, രാജ്യത്തിന് കേരളം വഴി കാണിക്കണം, നയിക്കണം എന്ന പരാമർശവും പ്രത്യാശയുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്.
ഞാൻ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ നിർബന്ധിതനായി തീരുന്നത് ഇതൊരു കമ്മ്യൂണിറ്റി, ഒരു മൈനോറിറ്റി ഇഷ്യൂ ആയി സാമാന്യവൽക്കരിക്കുകയോ പരിമിതപ്പെടുകയോ പാടില്ല അങ്ങനെ പരിമിതപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് ഒരു പൗരസമൂഹത്തിൻ്റെ പൊതുവിഷയമായി ഇതിനെ പരിഗണിക്കുകയും ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് എന്നെപ്പോലെയുള്ളവരുടെ സാന്നിധ്യം ഇത്തരം വേദികളിൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ നിയമസഭ, കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കുകയും ഇതര സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളോട് ഈ നിലപാട് സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും, നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് സഭയ്ക്ക് പുറത്ത് ഗവൺമെന്റും ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നേതൃത്വവുമെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പൗരസമൂഹത്തിലെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന് മുൻപ്, അതും നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും, തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രതിരോധ സംഗമം, അതിലും ഞാൻ പങ്കെടുത്ത ആളാണ്. ഞാൻ പ്രതിനിധീകരിക്കുന്ന സമൂഹവും വളരെ സജീവമായി അതിലുണ്ടായിരുന്നു. ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് അന്നും വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സംഘടനയും സമൂഹവുമാണ് ഞങ്ങൾ. പിന്നീട് ഞാൻ കേരളത്തിൽ സംഘടിപ്പിച്ച വനിതാ മതിലിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാളായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ നമ്മുടെ ഏകീകൃത ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏകീകൃത സിവിൽ കോഡിൻ്റെ വിവിധ തലങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി പരാമർശിക്കപ്പെട്ട ഒരു വേദിയാണിത്. നിർദ്ദേശക തത്വങ്ങളിലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്. ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിൽ ഇത് പറയുന്നുണ്ടെങ്കിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അതിന് നിർബന്ധ രൂപത്തിൽ അടിച്ചേൽപ്പിക്കുന്ന സമീപനം സ്വീകരിക്കരുത് എന്നാണ് ഭരണഘടനയിൽ നിർദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർബന്ധമുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിരോധത്തിൻ്റെ സംഗമവേദി നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അനിശ്ചിതത്വം, ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നാട് നീങ്ങും എന്ന് ഒരു ഘട്ടം വന്നപ്പോൾ ആദ്യമായി ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ